അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26 വെള്ളിയാഴ്ച. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രാൻസിന്റെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. റെയിൽവേ ലൈനിന് തീവെപ്പടക്കമുള്ള സംഭവങ്ങൾ നടന്നതായും ഗതാഗത സംവിധാനത്തെ തടസ്സപ്പെടുത്തിയതായും ട്രെയിൻ ഓപ്പറേറ്റർ SNCF അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ നിരവധി റൂട്ടുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും അറ്റകുറ്റപ്പണികൾക്ക് സമയമെടുക്കുമെന്നും SNCF പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് ഒരുക്കം പുരോഗമിക്കാനിടെയുണ്ടായ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് ഫ്രഞ്ച് സർക്കാർ വീക്ഷിക്കുന്നത്. കാർഗിലിലേത് കേവല യുദ്ധവിജയം മാത്രമല്ലെന്നും പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്നും കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്നും ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാകില്ലെന്നും പ്രധാനമന്ത്രി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. അഗ്നിപത് പദ്ധതി സേനയെ യുവത്വവൽക്കരിക്കാനാണെന്നും എന്നാൽ ചിലർ ഇതിനെ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചുവെന്നും സൈനികരെ കാവൽ ജോലിക്കായി മാത്രം കണ്ടവരാണ് ഇത് ചെയ്തതെന്നും അഗ്നിപത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന നിതി ആയോഗിന്റെ നാളത്തെ യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാർ വിട്ടുനിൽക്കുമെന്ന് റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റിൽ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന കാരണത്താലാണ് ബഹിഷ്കരണം. ജൂലൈ 23 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് വിവേചനപരമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ്. ബില്ലുകൾ തടഞ്ഞുവെച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. സമാനമായ ഹർജിയിൽ പശ്ചിമ ബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ CMRLന് അനുകൂലമായ ഒരു സമീപനവും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അടക്കം CMRL പണം നൽകിയതായി ആദായനികുതി റിപ്പോർട്ടിലുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം അന്വേഷണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇന്ന് 11ാം ദിനം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇന്ന് ഷിരൂരിലെത്തും. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതേസമയം ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ നീണ്ടേക്കുമെന്ന് ആശങ്കയുണ്ട്. നിലവിൽ ഒഴുക്ക് 6 നോട്ട്സാണ്. 3 നോട്ട്സിന് താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകൂ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരായ കോഴ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും AASF മുൻ നേതാവ് KP ബാസിദും പത്തനംതിട്ടയിലെ CATU ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവും ചേർന്ന് സാമ്പത്തിക ലാഭത്തിനായി നടത്തിയ തട്ടിപ്പ് മാത്രമാണെന്നും കുറ്റപത്രം. PAയുടെ പേര് ഉപയോഗിച്ച നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചന പോലീസ് തള്ളി. AASF മുൻ നേതാവും മലപ്പുറം സ്വദേശിയുമായ ബാസിദാണ് കേസിലെ 1ാം പ്രതി. കോഴിക്കോട് സ്വദേശിയും മുൻ SFI നേതാവുമായ ലെനിൻ രാജ്, സുഹൃത്തായ റഗീസ്, പത്തനംതിട്ട CATU ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവ് എന്നിവരാണ് മറ്റ് പ്രതികൾ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ സംസാരിച്ചാൽ പിഴ ഈടാക്കാനുള്ള നടപടി അപ്രായോഗികമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ചില ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന സർക്കുലറാണിതെന്നും മന്ത്രി എന്ന നിലയിൽ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് സർക്കുലർ ഇറക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകിയത് ജില്ലയുടെ ചാർജുള്ള സെക്രട്ടറിമാരുടെ വില കുറച്ച് കാണിക്കാനല്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ടാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി.
പാർട്ടിയുടെ വേദികളിൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിൽ അന്വേഷണം വേണമെന്നും ഇതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായ നടപടി വേണമെന്നും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായെന്ന തരത്തിൽ ഇല്ലാത്ത വാർത്തകൾ വന്നുവെന്നും ഇതെല്ലാം പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ബജറ്റിനെ കുറിച്ച് LDFും UDFും കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് 3000 കോടിയിലധികം രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉണ്ണാക്കനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച K. സുരേന്ദ്രൻ ബജറ്റിൽ തുറന്ന സംവാദത്തിന് ഇരുമുന്നണികളെയും ക്ഷണിച്ചു. K. മുരളീധരനെ കോൺഗ്രസ് ബലിയാടാക്കുകയാണെന്നും K. കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും മക്കളെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നും ആർക്കും എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന നേതാവാണ് K. മുരളീധരനെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. 18 വർഷത്തോളം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയോളം രൂപയുമായി യുവതി മുങ്ങി. വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം തിരുമുല്ലാവരം നെല്ലിമുക്ക് സ്വദേശി ധന്യ മോഹനാണ് വൻ തട്ടിപ്പ് നടത്തിയത്. 2019 മുതൽ വ്യാജ ലോണുകളുണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് 20 കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത 4 SFI പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. 2ാം വർഷ BBA വിദ്യാർത്ഥി തേജു സുനിൽ, 3ാം വർഷ BBA വിദ്യാർത്ഥി തേജു ലക്ഷ്മി, 2ാം വർഷ BCom വിദ്യാർത്ഥി അമൽരാജ്, 3ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. തിരുവല്ല വേങ്ങലിൽ കാറിന് തീപിടിച്ച് 2 പേർ വെന്തുമരിച്ചു. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. മരിച്ചത് ഭാര്യയും ഭർത്താവുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ട തുകലശ്ശേരി സ്വദേശിയുടേതാണ് വാഹനമെന്നും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് മിന്നൽ ചുഴലി തുടരുന്നു. ഇന്ന് പുലർച്ചെ കോഴിക്കോട്, പാലക്കാട്, വയനാട്, തൃശൂർ ജില്ലകളിലുണ്ടായ ശക്തമായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും മരങ്ങൾ വീണ് വീടുകളും വാഹനങ്ങളും തകർന്നു. പലയിടത്തും മരങ്ങളും തെങ്ങുകളും കടപുഴകി. വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീണു. ഇതിലെ നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത ദിവസങ്ങളിലും മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുംബൈയിലും പൂനെയിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. ആളുകൾ കഴിയുന്നതും വീട്ടിലിരിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നും മുംബൈ പോലീസ് അഭ്യർത്ഥിച്ചു. കൻവാർ യാത്രാവഴിയിലെ കടകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സുതാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് സുപ്രീം കോടതിയിൽ UP സർക്കാരിന്റെ സത്യവാങ്മൂലം. ഭക്ഷണകാര്യത്തിൽ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടാതിരിക്കാനാണ് ഉത്തരവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. കൻവാർ യാത്ര കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന UP സർക്കാരിന്റെ നിർദ്ദേശം സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി NDA ഘടകകക്ഷികൾ പോലും എതിർത്തിരുന്നു. യുദ്ധം തകർത്തെറിഞ്ഞ ഗാസയിൽ പോളിയോ വൈറസ് പടരാനുള്ള സാധ്യത ഏറെയാണെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. മോശം ആരോഗ്യ ശുചിത്വ സാഹചര്യങ്ങൾ രോഗം പടരാൻ കാരണമാകുന്നതായും അപകട സാധ്യത തിരിച്ചറിഞ്ഞ് നടപടി വേണമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അടുത്ത വർഷം പാകിസ്ഥാൻ ആതിഥ്യം വഹിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിനായി ഇന്ത്യ വരണമെന്ന് അപേക്ഷിച്ച് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഷുഐബ് മാലിക്. കായികരംഗത്ത് രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും പാകിസ്ഥാനിൽ കളിക്കാത്ത നിരവധി താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ടെന്നും ഷുഐബ് മാലിക് പറഞ്ഞു. ഞങ്ങൾ നല്ലവരാണെന്നും ആതിഥ്യ മര്യാദയുള്ളവരാണെന്നും പറഞ്ഞ ഷുഐബ് മാലിക് ഇന്ത്യൻ ടീം തീർച്ചയായും പങ്കെടുക്കുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. കായിക ലോകത്തിന്റെ കാത്തിരിപ്പിന് അവസാനം കുറിച്ച് പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. 206 രാജ്യങ്ങളിൽ നിന്നായി 10,500 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മാമാങ്കത്തിൽ 117 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ PV സിന്ധുവും ശരത് കമാലും നയിക്കും. 10,500 കായിക താരങ്ങളെ വഹിച്ച് 100ഓളം ബോട്ടുകളാണ് സെൻ നദിയിലൂടെ മാർച്ച് പാസ്റ്റ് നടത്തുക. ഇന്ത്യയിൽ സ്പോർട്സ് 18 നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും ഒളിമ്പിക് ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയം കാണാനാകും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.